ഹായ് ഫ്രണ്ട്സ്, റെയിൽവേയിൽ നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റെയിൽവേ പോലീസിലേക്കുള്ള വിജ്ഞാപനം അല്ലേ? ഒരുപാട് കാൻഡിഡേറ്റ്സ് ആസ്പയർ ചെയ്യുന്നൊരു പോസ്റ്റാണ് റെയിൽവേ പോലീസ് എന്ന് പറയുന്നത്. റെയിൽവേ പോലീസിലേക്ക് ഇപ്പോൾ ഏകദേശം 4000-ലധികം ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അത് വളരെ ഒരു നല്ല ഒഴിവിൻ്റെ നമ്പർ തന്നെയാണെന്ന് നമുക്ക് പറയാം. കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. വിജ്ഞാപനം വന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കുറേ സെഷൻസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നതാണ് RPF അപ്ലൈ ചെയ്യുമ്പോൾ ഏത് സോണിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു കാര്യം. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്കായിട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം, ഈ പരീക്ഷയ്ക്ക് എത്ര നാൾ പഠിക്കേണ്ടി വരും, അതിൽ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കില്ലേ? യെസ്, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് നമ്മുടെ കോണ്ടന്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള രജിൻ സർ മെയ് 9 വൈകിട്ട് 8 മണിക്ക് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വെബിനാർ അറ്റൻഡ് ചെയ്താൽ ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നത് നിങ്ങൾക്കൊരു ഈസി ടാസ്ക് ആയിട്ട് മാറുന്നതായിരിക്കും. സോ മറക്കണ്ട, മെയ് 9 വൈകിട്ട് 8 മണിക്ക് രജിൻ സർ കണ്ടക്ട് ചെയ്യുന്ന വെബിനാർ. ഓക്കെ, സോ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കാണും. ജസ്റ്റ് ആ ഫോമിലൂടെ നിങ്ങൾക്ക് ഫ്രീ രജിസ്ട്രേഷൻ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.